ISL-ൽ തോറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരാശയിലായിരിക്കുകയാണ്. നാളെ മോഹൻ ബഗാനുമായിട്ടാണ് മത്സരം. 5 മത്സരമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത്. നാളെ കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ തീരൂ. കമന്ററി ബോക്സിൽ നിന്ന് വിനേഷ് കുഞ്ഞിരാമൻ നമുക്കൊപ്പം തയ്യാറാണ്. വിനേഷ്, ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളെ പറ്റി വിനേഷിനോട് ഞാൻ ചോദിക്കും. വിനേഷ് ജയിക്കുമെന്ന് പറയും. ഓരോ മത്സരത്തിനും വിനേഷ് ഇങ്ങനെ ആത്മവിശ്വാസത്തിൽ നിൽക്കും. ഇക്കുറി എന്തെങ്കിലും നടക്കുമോ? പ്ലേ ഓഫിൽ കടക്കുമോ? സുജയ, നമ്മൾ ഇതിനു മുൻപ് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ സംസാരിച്ചത് കഴിഞ്ഞ ഡിസംബറിന് മുൻപായിരുന്നു. കാരണം ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസൺ നല്ല തുടക്കം തന്നെയായിരുന്നു. തുടർച്ചയായ വിജയങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായി. ഈ ഡിസംബറിൽ ഈ സീസണിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 12 മത്സരങ്ങൾ പൂർത്തിയാക്കി. അതിൽ 8 വിജയങ്ങളുമായി 26 പോയിന്റ് നേടി പോയിന്റ് പട്ടികയിൽ ഒന്നാമതായിരുന്നു. വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ISL-ന്റെ ഷീൽഡ് വിന്നേഴ്സ് ആകാൻ പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളൊരു പ്രതീതി ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ചെറിയൊരു ഗ്യാപ്പ് വരുന്നത്. അതിനിടയിൽ സൂപ്പർ കപ്പ് വരുന്നു. സൂപ്പർ കപ്പിൽ ജയിച്ചു തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സ് പിന്നീട് തുടർച്ചയായ മത്സരങ്ങൾ പരാജയപ്പെടുന്നു. സെമിഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ സീസണിന്റെ ISL സീസണിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുകയാണ്. രണ്ടാം ഘട്ടം തുടങ്ങിയതിനു ശേഷം പക്ഷേ പഴയൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാനേ കഴിയും. അതെന്താണ് വിനേഷ്, രണ്ടാം ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന് എന്ത് പറ്റി? അവർക്ക് എവിടെയാണ് പിഴച്ചത്? എവിടെയാണ് തിരിച്ചടി നേരിട്ടത്? കമന്ററി ബോക്സിൽ നോക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അവിടെ പിഴച്ചത് എന്തെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പരിക്ക് വലച്ച ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ജോഷ സെറ്റേരിയോ ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച ഒരു താരമായിരുന്നു. അദ്ദേഹത്തിന് പരിക്ക് മൂലം ഈ സീസൺ മുഴുവൻ നഷ്ടമായി. പിന്നീട് തുടക്ക മത്സരത്തിൽ ടീമിലുണ്ടായിരുന്ന ഐബൻ ഡോലിങ്ങിനെ പോലെയുള്ള താരങ്ങൾ, ജീക്സൺ, ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായ ജീക്സൺ സിംഗിനെ പരിക്ക് ബാധിക്കുന്നു. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ നേട്ടങ്ങൾക്കും മുൻപിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്ക് കാരണം ഈ സീസൺ നഷ്ടമാകുന്നു. അങ്ങനെ പരിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുച്ചൂട് മുടിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സീസണിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പെപ്രക്ക് പരിക്ക് പറ്റുന്നു. ഖാമെ പെപ്ര പരിക്ക് പറ്റി പുറത്താകുന്നു. അതുപോലെ തന്നെ മധ്യനിരയിലുണ്ടായിരുന്ന വിപിൻ മോഹൻ, മലയാളി താരമായ വിപിൻ മോഹന് പരിക്ക് കാരണം പുറത്ത് ഇരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫെഡോർ സെർണിച്ചിനെ പോലെയുള്ള താരങ്ങളെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ടീമിലേക്ക് എടുക്കേണ്ടി വരുന്നത്. ആ പരിക്ക് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ വിലങ്ങ് തടിയായത് എന്ന് പറയാം. കാരണം മധ്യനിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നിയന്ത്രിച്ചിരുന്നത് ലൂണയായിരുന്നു. ലൂണ പോയപ്പോൾ എന്തായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രാറ്റജി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മലയാളി താരങ്ങളെ മുഴുവനായി മധ്യനിരയിൽ ഇറക്കിക്കൊണ്ട് ഇവാൻ വുക്കമനോവിച്ച് ടീമിനെ ഇറക്കുന്നത്. അവിടെ വിപിൻ മോഹൻ, അസർ, ഐമൻ തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെയും മധ്യനിരയിലേക്ക് വരുന്നു. രാഹുൽ മധ്യനിരയിൽ കളിക്കുന്നു. അങ്ങനെ മധ്യനിരയിൽ ഒരു മലയാളി താരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മത്സരം വിജയിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ അതിനുശേഷം വീണ്ടും താരങ്ങളുടെ പരിക്ക് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വിലങ്ങ് തടിയായി. ഇപ്പോൾ നമുക്ക് പോയിന്റ് നില നോക്കുകയാണെങ്കിൽ പോയിന്റ് നിലയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നോട്ട് പോകുന്നു. 5ാം സ്ഥാനത്തേക്ക് വീഴുന്നു. 1ാം സ്ഥാനത്ത് ഇപ്പോൾ മോഹൻ ബഗാനാണ് ഉള്ളത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈ ISL-ലും ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഏറ്റവും വലിയ പാരമ്പര്യം പറയാനുള്ള ടീമുകളിലൊന്നായ മോഹൻ ബഗാൻ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആ മോഹൻ ബഗാനുമായാണ് നാളത്തെ മത്സരം കൊച്ചിയിൽ ഉള്ളത്. കാരണം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളൊന്നും മങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. 1ാം സ്ഥാനക്കാരെ നേരിടാൻ പോകുന്നു 5ാം സ്ഥാനക്കാർ. 1ഉം 5ഉം തമ്മിലുള്ള പോരാട്ടം. ആ ഇടയ്ക്കുള്ള വ്യത്യാസം അവിടെ കിടക്കുകയാണല്ലോ. അപ്പോൾ ടീമിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാണോ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക? എത്രത്തോളം സാധ്യതയുണ്ട് മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടുമ്പോൾ? ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 3 മാറ്റങ്ങളാണ് സുജയ. കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ ഉണ്ടായിരുന്ന നവാച്ച സിംഗ്, ഈ ഐബൻ ഡോലിംഗ് ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിരുന്ന ഐബൻ ഡോലിങ്ങിന് പരിക്കേറ്റത് കാരണമാണ് അവിടെ നവാച്ച സിംഗ് ആദ്യ ലെവലിൽ ഇടം പിടിക്കുന്നത്. നവാച്ച സിംഗിന് ഇപ്പോൾ 4 മഞ്ഞക്കാർഡുകൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ നവാച്ച സിംഗിനെ കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നവാച്ചയ്ക്ക് പകരം പ്രബീർ ദാസ് ആയിരിക്കും മിക്കവാറും ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷനിൽ കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നത് നിഹാൽ സുധീഷാണ്. നിഹാൽ സുധീഷിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് നല്ല ഫോമിലാണെങ്കിൽ പോലും നിഹാൽ സുധീഷിന് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ രാഹുൽ KP ഒരിക്കൽ കൂടി ആദ്യ ലെവലിലേക്ക് നിഹാൽ സുധീഷിന് പകരം സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു മാറ്റം പ്രതീക്ഷിക്കുന്നത് കാശ്മീരി താരം ആയിട്ടുള്ള ഡാനിഷ് ഫാറൂഖാണ്. ഡാനിഷ് ഫാറൂഖ് മധ്യനിരയിൽ നാളത്തെ മത്സരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം ജീക്സൺ സിംഗ് തന്നെ ആദ്യ ലെവലിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. പക്ഷേ ഏതായാലും പ്ലേ ഓഫ് സാധ്യതകൾ അവിടെയുണ്ട്. മുന്നിലെത്തുന്ന 6 ടീമുകളാണ് മുന്നോട്ട് പോകുക. 2 ടീമുകൾ 1ഉം 2ഉം സ്ഥാനത്തുള്ള ടീമുകൾ നേരിട്ട് സെമിഫൈനലെത്തും. പിന്നീടുള്ള 4 ടീമുകൾക്ക് പ്ലേ ഓഫ് കളിച്ച് സെമിഫൈനൽ കളിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ സാധ്യതകൾ മങ്ങിയിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ 1ഉം 2ഉം സ്ഥാനത്തേക്ക് എത്തുക, അതുപോലെ തന്നെ ഷീൽഡ് വിന്നേഴ്സ് ആവുക എന്നതൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു കാര്യം കൂടി അവസാനമായി വിനേഷ്, മഞ്ഞപ്പട കപ്പടിക്കണം കലിപ്പടക്കണം എന്ന് പറയുന്നത് ആദ്യ മത്സരം തൊട്ട് വിനേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഡിസംബറിന് മുൻപായാലും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത്തവണ ഈ ആരാധകർ എല്ലാവരും കൂടി ഇങ്ങനെ ഗാലറിയിൽ മഞ്ഞക്കടലാക്കി അവർ കാത്തിരിക്കും. ജയത്തിലേക്ക് എത്താത്തപ്പോൾ നിരാശരാകും. ഇക്കുറി അവർ കളത്തിലേക്ക് ഇറങ്ങി ഇവരെ നേരിടുമോ ഇത്തവണ ജയിച്ചില്ലെങ്കിൽ? ഓരോ സീസണിലും ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സീസൺ തുടങ്ങുന്നതിന് മുൻപ് വലിയ പ്രതീക്ഷകൾ. ഇപ്പോൾ IPL-ലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കാര്യം ഇതുവരെ കപ്പടിച്ചിട്ടില്ല. കപ്പടിക്കണം എന്ന്
എന്ന് പറഞ്ഞു നടക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ആരാധകരെ എത്രയോ കാലമായി IPL സീസൺ തുടങ്ങിയത് മുതൽ പറയുന്ന ആരാധകരെ അറിയാം. അതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് 3 തവണ ഫൈനൽ കളിച്ചിട്ടുണ്ട്. ഇത്തവണയും ആ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴും സാധ്യതകൾ ഷീൽഡ് വിന്നേഴ്സ് ആവില്ല എന്നേ ഉള്ളൂ. ഒരു പക്ഷേ നമുക്ക് കപ്പടിക്കാനുള്ള സാധ്യത ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ ഇപ്പോൾ ഒഡീഷയോട് പരാജയപ്പെടുന്നു, ബംഗളൂരുവിനോട് പരാജയപ്പെടുന്നു, ചെന്നൈയോട് പരാജയപ്പെടുന്നു, പഞ്ചാബിനോട് പരാജയപ്പെടുന്നു. പഞ്ചാബിനോട് പരാജയപ്പെട്ടതിന് ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നീക്കങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവിടെ ടീമിനെ ഒന്നടങ്കം വിളിച്ചുകൂട്ടി ഗാലറിയിൽ നിന്ന് ശാസിക്കുന്ന ആരാധക കൂട്ടായ്മയെ ആ ഒരു ഘട്ടത്തിൽ കണ്ടിരുന്നു. അതിനുശേഷമുള്ള മത്സരത്തിൽ ഗോവയ്ക്കെതിരെ 2 ഗോളിന് പിന്നിൽ പോയതിനു ശേഷം 4 ഗോൾ തിരിച്ചടിച്ചിട്ടുള്ള ഒരു ഗംഭീര തിരിച്ചുവരവ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. വലിയൊരു ആത്മവിശ്വാസം ആ ആരാധകർക്ക് ഉണ്ടായി. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരുവിനെ നേരിടാനായി ബംഗളൂരുവിലേക്ക് പോയതും. പക്ഷേ അവിടെയും നിരാശയായിരുന്നു ഫലം. ബംഗളൂരുവിനോട് 1-0 പരാജയപ്പെട്ടത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. വിനേഷ് കുഞ്ഞിരാമനാണ് കമന്ററി ബോക്സിൽ നിന്ന് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ ചേർന്നത്. ഈ